ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പം ഇനി നമ്മളെ ട്രിപ്പിൻ്റെ മൂന്നാമത്തെ ദിവസത്തിൻ്റെ വ്ളോഗാണ് കേട്ടോ. 3 ദിവസം എന്ന് പറയുന്നത് ഒരു ദിവസം രാത്രി പോയി, പിന്നെ അങ്ങനെ 2 ദിവസം ഫുൾ ഡേ, അങ്ങനെ കേട്ടോ. അങ്ങനെ 3 ദിവസമാണ്. അപ്പം അന്ന് അങ്ങനെ കൂട്ടുകയാണെങ്കിൽ നമ്മൾ മൂന്നാമത്തെ ദിവസത്തിൻ്റെ വ്ളോഗാട്ടോ ഇന്ന്. അപ്പം ഇന്ന് ഞങ്ങൾ മൂന്നാറിൽ നിന്ന് നേരെ രാമക്കൽമേടുക്കാണ് പോണത്. ഞങ്ങളെല്ലാവരും ബസ് കയറിയിട്ട് ഞങ്ങളാട്ടോ ആദ്യം ബസ് കയറി തന്നെ. റൂമത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. റൂമിൽ നിന്ന് റെഡി ആവണമൊക്കെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നീക്കാൻ കുറച്ച് നേരം വൈകിട്ടോ. ഒരു 5:45 ആയപ്പോൾ നീച്ചീനി. പിന്നെ ഉറങ്ങിയാണ് കേട്ടോ. പിന്നെ ഉറങ്ങിയിട്ട് നീക്കണതിന് 7 മണിക്കാണ്. 8 മണിയാകുമ്പോഴത്തേന് ഞങ്ങൾക്ക് ഇവിടുന്ന് പുറപ്പെടണം എന്നൊക്കെ പറഞ്ഞിനി. അങ്ങനെ ആകപ്പാട് തട്ടിക്കുട്ടി ഒരുങ്ങനായിട്ട് എല്ലാവരും പാടെ കൂടിയാണ്ട് അതിനോണ്ട് റൂമത്തെ വ്ളോഗ്സ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇപ്പം ഞങ്ങൾ പോണത് തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് കേട്ടോ. എവിടെയൊക്കെ പോകണമെന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെയൊക്കെ കയറിയ കട തന്നെയാണ്. എവിടെയെന്ന് വെച്ചാൽ മറ്റേ സഫയർ പറഞ്ഞ റെസ്റ്റോറൻറ്റില്ല, ഇന്നലത്തെ വീഡിയോസിലൊക്കെ ഉണ്ടായിരുന്നു, അത് തന്നെയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ എത്തി കുറേ നേരം വരുന്നിട്ട് അതിനുള്ളിലേക്ക് കയറി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങിയിട്ട് കഴിക്കാൻ പോയി. അപ്പം ഇന്നും പൊറാട്ടയും നൂൽപുട്ടും പാലപ്പവും പുട്ടും അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. ഞാൻ പൊറാട്ട ഇട്ട് വാങ്ങിയത്. പിന്നെ അതിക്ക് മുട്ടക്കറിയും വാങ്ങി, കടലക്കറിയും വാങ്ങി. കടലക്കറി വാങ്ങിയതല്ല കേട്ടോ, ഓരോ ഒഴിച്ചതാണ്. ഞാൻ മുട്ടക്കറിക്കാണ് പ്ലേറ്റ് കാട്ടിയത്, ഒരു 2 കറിയാണ് ഒഴിച്ച്. പിന്നെ കൊണ്ട് പോന്നു. അതേപോലെ തന്നെ ഞാൻ മുട്ട വേണ്ടാന്ന് പറഞ്ഞിട്ട് പറഞ്ഞാണ്, പക്ഷെ ഒരു മുട്ട ഇട്ടെന്ന് വെച്ച്. പിന്നെ അത് കൊണ്ടുപോയി ഞാൻ പോന്നു. ഫുഡൊക്കെ അടിപൊളിയായി കേട്ടോ, എല്ലാ ഫുഡും അടിപൊളിയായിരുന്നു. ഇന്നത്തെ രാവിലെയും ഫുഡും അടിപൊളിയാണ്. കഴിഞ്ഞ ദിവസത്തെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നേരെ വാഷ്റൂമിൽ പോയി കൈയൊക്കെ കഴുകിട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ സഫേറത്തെ ലാസ്റ്റ് ഫുഡാണ്. ഇനി ഞങ്ങൾ വേറെ റെസ്റ്റോറൻറ്റ് കടക്ക് കയറുന്നത് രാമക്കൽമേടുക്കല്ല പോണത്. അപ്പോൾ അവിടുത്തെ റെസ്റ്റോറൻറ്റ് കഴിക്കാനും കയറുക. അപ്പോൾ ഇവിടുത്തെ മൂന്നാമത്തെ സഫേറിൽ നിന്നാണ് കഴിച്ചിരുന്നത്. ഇനി ഞങ്ങൾ നേരെ രാമക്കൽമേടുക്കാണ് കേട്ടോ പോണത്. ഇനി ഇവിടുന്ന് രാമക്കൽമേടുക്ക് 3 മണിക്കൂർ യാത്ര ഉണ്ട് പറഞ്ഞു. അപ്പം സാർമാർ സ്കൂളിൻ ടീച്ചേഴ്സ് മൊത്തം എല്ലാവരെയും നീപ്പിച്ചിരിക്കണം കേട്ടോ. ഞാൻ സീറ്റിൽ കുത്തിരിക്കണ്ട, എല്ലാവരും ചാടി കളിച്ചോളൂ, ഇനി ഫുൾ ടൈം എൻജോയ്മെൻറ്റിൻ്റെ ടൈമാണ് പറഞ്ഞാണ്ട് ഞാൻ എല്ലാവരും ചാടി കളിച്ച് കഴിഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും ചാടി കളിച്ചാൻ പോയിട്ടോ. പിന്നെ കുറേ നേരം അങ്ങനെ കളിച്ചാണ്ട് പിന്നെ അങ്ങനെ കളിച്ചു. ഓരോരുത്തർ സീറ്റിന് മേലേക്ക് കയറി കുത്തുന്നാണ്ട് കേട്ടോ കളിക്കണതിന്. പിന്നെ ഞങ്ങൾ വലിയ സീറ്റിൽ പോയി കുത്തിരുന്നു കേട്ടോ. എന്തിനാ സംഭവം നിങ്ങൾക്ക് മനസ്സിലാക്കുമല്ലോ, തിന്നാൻ തന്നെയാണ്. തിന്നാനല്ല നമ്മൾ സീറ്റ് പോയി കുത്തിരിക്കുക, അല്ല ഇപ്പോഴൊക്കെ ചാടി കളിച്ച് തന്നെയാണ് പണി. അപ്പം ഞങ്ങൾ കുറേ നേരം പിന്നെ തിന്നു. ഇപ്പം ദിയ കുറഞ്ഞ പോപ്കോണായിട്ട് കഴിക്കുന്നത്. പിന്നെ ഞങ്ങൾ മുമ്പത്തെ സീറ്റുമല്ലേ ഇതൊക്കെ ഞങ്ങളെ ബാഗിൽ ആരെ സ്റ്റാൻഡ് ആയിരിക്കും കേട്ടോ. ഫുള്ളുമേ ബാഗുകൾ തൂക്കിയിട്ടൊക്കെയാണ്. അങ്ങനെ നമ്മൾ രാമക്കൽമേടുത്തെ ഫസ്റ്റ് സ്പോട്ടിലേക്ക് എത്തിക്കുന്നുണ്ടോ. ഇനി ഉച്ചവരെ ഇവിടെയാണ് കേട്ടോ. ഇവിടെ ഫുള്ള് ചുറ്റിക്കറങ്ങാനാണ്. ഇവിടെ ഫുള്ള് ചുറ്റിക്കറങ്ങുമ്പോഴത്തേന് ഉച്ചയാവും. അങ്ങനെയാണ് ഓല് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ടീച്ചേഴ്സൊക്കെ. അങ്ങനെ ഞങ്ങളെല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങളങ്ങനെ നടന്ന് പോകാൻ കേട്ടോ. ഇവിടുന്ന് ഒരു മല കയറാണ്ട് കേട്ടോ, മലന്നെയാണ് പറയാ. അങ്ങനെയും കയറാണ്ട്. പക്ഷേ നമുക്ക് ഇങ്ങനെ കയറുമ്പോൾ കുഴപ്പമൊന്നും ഫീൽ ചെയ്യില്ല. കാരണം വെയിലുണ്ടെങ്കിലും നല്ല തണുത്ത കാറ്റ് വന്ന് വീശുകയാണ് കേട്ടോ. അതിന് നമുക്ക് ക്ഷീണമൊന്നും അറിയത്തില്ല. എന്നാലും മൂന്നാറെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ തണുപ്പ് കുറവാണ് കേട്ടോ. മൂന്നാറ് പെരും തണുപ്പാണ്. കാരണം ഒന്നാമത് ഈ ഒരു മന്തൊക്കെ ആയിട്ടാണ് കേട്ടോ. ഈ ജനുവരി ഡിസംബർ ടൈമിലൊക്കെ നല്ല തണുപ്പാണല്ലോ, അതിനോടൊക്കെയാണ്. പക്ഷേ രാമക്കൽമേടിൽ മൂന്നാറിന് അത്ര തണുപ്പില്ലെങ്കിലും തണുപ്പുണ്ട്, എന്നാലും അവിടുത്തെ അത്ര അല്ല. അങ്ങനെ ഞങ്ങൾ കുറേ നടന്ന് അവിടെ എത്തിട്ടോ. ഈ ഒരു സ്പോട്ടിലെത്തി. ഈ ഒരു സ്പോട്ടിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. എന്നാലും ഇവിടെ കുറേ കാണാനൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. നല്ല കാറ്റിങ്ങനെ വീശുന്നോണ്ടേ അടിപൊളി കേട്ടോ. നല്ല വ്യൂവും അതേമാതിരി കാറ്റും ഒക്കെ കൊപ്പാറുണ്ടായിട്ട് വൈബായിരുന്നു. പിന്നെ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കാണ് കണ്ടിട്ട് തോന്നുന്നത് കേട്ടോ. ഇനി നമുക്ക് കളിക്കാൻ പറ്റുമോ അറിയത്തില്ല. ഞങ്ങളിപ്പോൾ ആ ഒരു മരത്തിൻ്റെ ഒരു സാധനം ഉണ്ടല്ലോ, ആ ഒരു മരത്തൊരു സാധനം അതിൻ്റെ ഉള്ളിലേക്ക് കയറാനാണ് പോണത്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാണ്. ഇത് ഫുള്ള് മരത്തിൻ്റെ മരം കേട്ടോ. പക്ഷെ ഉള്ളിൽ കണ്ടാൽ സിമെൻറ്റാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുന്നത് ആർട്ടിഫിഷ്യലാണെന്ന് കേട്ടോ. പിന്നെ ഇതിൽ കൂടെ ഇങ്ങനെ കയറാൻ സ്റ്റെപ്പൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ കയറി പോകുകയാണ്. ഇതന്നെ ഈ ഒരു കയറൽ തന്നെ ഭയങ്കര വൈബ് കേട്ടോ. കാരണം ഇങ്ങനെ വളഞ്ഞിട്ട് ഇങ്ങനെ കയറണം. പിന്നെ ഇവിടെ ഇങ്ങനെ എത്തുമ്പോൾ ഓരോ ഓട്ടാളൊക്കെ ഉണ്ട്, നമുക്ക് പുറത്തേക്ക് നോക്കാനാണ്. യാതൊരു രസത്തിന് പറഞ്ഞാൽ കേട്ടോ. അതൊക്കെ അതിൻ്റെ ഡിസൈൻസാണ് കേട്ടോ. അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് കയറി അതിന് മേലെ എത്തിയിട്ടുണ്ട്. ഇവിടെ മേലത്തെ ഭയങ്കര വ്യൂ ആട്ടോ. പക്ഷെ ഞാൻ കയറി ഇവിടെ എത്തിയപ്പോഴത്തേന് ഇവിടെ ഫുള്ള് ആൾക്കാരോട് തിരക്കണയിക്കണ്. പിന്നെ ഞാനങ്ങനെ കുത്തിത്തിരിക്കാണ്ട് അതിൻ്റെ ഒരു വക്ക് പിടിച്ചിട്ടോ. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ ഉണ്ട് സീതാരാമൻ കുത്തിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ പറഞ്ഞിട്ടിരിക്കണം എൻ്റെ സീതാരാമൻ എന്നൊക്കെ. അതാണ് ഓലാണത്, ആ പ്രതിമാള്. ഇത് സീതാരാമൻ തന്നെയാണെന്നാണ് തോന്നുന്നു കേട്ടോ. എനിക്ക് ഉറപ്പില്ല. എന്നോടൊരു കുട്ടി പറഞ്ഞാണ്, എനിക്ക് ആ സംഭവം അറിയില്ല കേട്ടോ. ഓലെന്നെയാണ് തോന്നുന്നത്. ഇവിടെ അങ്ങനെ നിൽക്കുമ്പോഴേ നല്ല തണുത്ത കാറ്റ് ഇങ്ങനെ വരും കേട്ടോ. ഇവിടെ വേറൊരു ഫീൽ കേട്ടോ, വൈബ് ഫീല്. പിന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അവിടെ കുറേ പാടങ്ങളൊക്കെ കാണാം.
കണ്ണോട് കാണുമ്പോൾ കേട്ടോ നല്ല ചൊർക്ക്. ഇതിപ്പം ഫോണിൻ്റെ സൂമാക്കിയുള്ള ക്ലാരിറ്റിയാണത്. എന്നാലും കോടമഞ്ഞ് മൂടിയിട്ടത് അങ്ങനത്തെ ഒരു കളറ്. ഇനി നമ്മൾ ഈ കാണുന്ന അവിടെ അറ്റം കാണുന്ന പാറിൻ്റെ മേലക്കൊക്കെ നമുക്ക് ട്രക്കിങ് ചെയ്ത് പോകാനാണ്. അപ്പോൾ അതൊക്കെ നമ്മളെ വീഡിയോയിൽ വരുന്നേക്കാട്ടോ. അത് പാർട്ട് 2 കാരണം ഇത് നമ്മളെ രാമക്കൽമേടിൻ്റെ പാർട്ട് 1 ആണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ പിന്നെ ആ ഒരു പ്രതിമ ഉണ്ടല്ലോ, ആ പ്രതിമയുടെ അടുത്തേക്ക് പോകുകയാണ്. അങ്ങനെ ഞങ്ങൾക്ക് പോയിട്ടോ. അവിടെ ഒരു കുട്ടി ഉണ്ട് കേട്ടോ. ബാക്കിൽ നോക്കി ഇപ്പോൾ 2 ആൾക്കാരുള്ളൂ. ഇനി മുമ്പൊക്കെ ഇപ്പോൾ ഒരു കുട്ടി ഉണ്ട് അവിടെ. അപ്പോൾ ഞങ്ങൾ പിന്നെ അതിനെ കുറച്ച് നേരം നോക്കിന്നാണ്ട് പിന്നെ ഇങ്ങനെ അവിടുത്തെ പ്രകൃതിയൊക്കെ ആസ്വദിച്ചു. ഇവിടുന്ന് ഇങ്ങനെ അടിയിലേക്ക് നടന്നു പോകാൻ ഒരു വഴിയുണ്ട് കേട്ടോ. അവയെ കൂടി നമ്മൾ പോകും, കുറച്ച് നേരം ഉണ്ട്. ഇപ്പം ഞങ്ങൾ റീലെടുക്കാൻ പോവുകയാണ്. നമ്മൾ ഇത്രയും നല്ല സ്ഥലത്തേക്ക് വരുമ്പോൾ റീലും ഫോട്ടോസൊക്കെ എടുക്കണ്ടേ, അപ്പോൾ അതിന് വേണ്ടി പോകുകയാണ്. അതിന് നല്ലൊരു സ്പോട്ട് കിട്ടിയിട്ട് ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങൾ റീലൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ആ വഴി കൂടെ ഞങ്ങൾ പോവുകയാണ്. ഇതിൽ കൂടെ പോകാൻ വേറെ വൈബ്. ഇതിൽ കൂടെ നടന്ന് പോയി എത്തുന്നത് നേരെ റോട്ടിലേക്കാണ്. നേരെ റോട്ടിലേക്ക് എത്തിയിട്ട് ഞങ്ങളോട് ബസ് കയറാണ്ട് പറഞ്ഞേക്കണേ. അങ്ങനെ ഞങ്ങൾ ബസ് കയറാനും പോവുകയാണ്. ഇനി നേരെ ഫുഡ് കഴിക്കാനാണ് പോണത്. സംഭവം ഇതിൽ കൂടെ കുറേ നടക്കാണ്ട്, കുറേ നടന്ന അടിയിലെത്തണം കേട്ടോ. ചിലവർ നടന്ന് അടിയിലെത്താത്തതുകൊണ്ട് കുറുക്കൈക്ക് പിടിച്ച് അയക്കൂടി ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ഞങ്ങളിങ്ങനെ ആക്കും പോലെ സ്ലോ മോഷനായി നടന്നിട്ട് ആ കാക്ക വിളിച്ച് ആട്ടുണ്ട് കേട്ടോ. എളുപ്പം നടക്കി പറഞ്ഞാണ്ട് അപ്പം ഞങ്ങളെ കുറച്ച് സ്പീഡ് കൂട്ടി. പിന്നെ എവിടെയാണെങ്കിൽ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വലിയൊരു ചെടി ഉണ്ട് കേട്ടോ. അതിന്മേൽ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടാവുന്നുണ്ട്. ചെറിയ കായ് ഇങ്ങനെ ഉണ്ടായിക്കുന്നുണ്ടോ. അതിന്മേൽ കൂടെ ആണെങ്കിൽ അതിൻ്റെ അലമ്മ കൂടെ കുറേ ആൾക്കാർ പേര് എഴുതി വെച്ചിരിക്കണം. അത് കണ്ടാണെങ്കിൽ ഹാല അത് ശരിക്കില്ല, എല്ലാം എന്താ പറയുക സിമെൻ്റ് കൊണ്ട് ഉണ്ടാക്കിയാന്നൊക്കെ പറഞ്ഞ്. അപ്പം ഞങ്ങൾ പറഞ്ഞാൽ അല്ല ശരിക്കില്ല ആണെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞ്. ഇനി ഹില കായ് പോയി പറിച്ചാൽ നിൽക്കുകയാണ് കേട്ടോ. ഞങ്ങൾ പിടിച്ച് വലിച്ച് പിന്നെ കൊണ്ടുവന്നതാണ്. അങ്ങനെ ഏതായാലും നടന്ന് ഞങ്ങൾ റോട്ടിലേക്ക് എത്തിയതായി കേട്ടോ. റോട്ടിലേക്ക് എത്തിയപ്പം ഒരു എന്താ പറയുക ഞങ്ങളെ ബസ്സിലത്തെ പാക്കേജിങ്ങിൻ്റെ ആൾക്കാർ പറഞ്ഞ് ഇവിടെയുള്ള ബസ് കുറച്ച് അടിയിലേക്ക് നടന്നിട്ടാണ് നിങ്ങൾ അവിടേക്ക് നടക്കുക വെച്ച്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഏതായാലും ഇതിലൂടെയാണ് നടന്നത്. നമുക്ക് ഒരു പരിചയമില്ലാത്ത സ്ഥലത്ത് കൂടെ നടക്കണ വേറെ വൈബല്ലേ. അങ്ങനെ പിന്നെ ഇതിൽ കൂടെ നിറച്ച് ജീപ്പാണ് നിർത്തിയിട്ടുണ്ടോ. സംഭവം ട്രക്കിങ്ങിലാണ്. ഞങ്ങൾക്കാണെങ്കിൽ ഇത് കണ്ടപ്പോൾ പൂതിയായി ട്രക്കിങ്. ഇന്നിപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് നേരെ ട്രക്കിങ്ങിന് പോകുകയാണല്ലോ, അത് അങ്ങനെ ആലോചിച്ചിട്ട് പൂതിയായിട്ടോ. അങ്ങനെ നടന്ന് ഞങ്ങളെ ബസ്സിൻ്റെ അടുത്ത് എത്തി. ഞങ്ങളെ ബസ് ഇതാണ് കേട്ടോ. പിന്നെ ഞങ്ങളെ ബസ് 2 നമ്പറാണ്. ബസ് 1 മുമ്പിലാണ് കേട്ടോ. മറ്റേ CNP എന്നൊക്കെ എഴുതിയാണത്. അങ്ങനെ ഞങ്ങളേതായാലും ഫസ്റ്റ് എത്തിയിട്ടോ ഞങ്ങളെ ബസ്സിക്ക്. ആദ്യം തന്നെ കയറുന്നത് ഞങ്ങളാണ്. പിന്നെ നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ചെന്നു. അപ്പോൾ ഇന്ന് ലഞ്ച് ഇവിടെ ഒരു ക്രൗഡ് ഹിൽസ് പറഞ്ഞ കടയുന്നുണ്ട്. രാമക്കൽമേടത്തെ ക്രൗഡ് ഹിൽസ് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ നിന്നാണ്. ഇവിടെയും സംഭവം ബൊഫയാണ് കേട്ടോ. ഞങ്ങളിങ്ങനെ വരുന്ന് വാങ്ങണം ഏതായാലും. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങി. ഇന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങി എല്ലാവരും ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ പാർട്ട് 1 വീഡിയോ ഇത്രേ ഉള്ളൂ. രാമക്കൽമേട് പാർട്ട് 1 വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ഒക്കെ ആക്കുക. എല്ലാവരും അസ്സലാമു അലൈക്കും.